ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അനാലിസിസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും അവയുടെ വിശകലനത്തിലേക്കും നമ്മൾ കിടക്കുന്നു. ഇൻ ബ്ലോ ടു ഓലി, നേപ്പാൾ സുപ്രീം കോർട്ട് ഡയറക്ട്സ് ദേബുവ ടു ബി അപ്പോയിന്റഡ് പ്രൈം മിനിസ്റ്റർ. നേപ്പാളിലെ പുതിയ പ്രൈം മിനിസ്റ്റർ കടന്നു വരുന്നു. നമുക്കറിയാം നേപ്പാളിൽ ഉണ്ടായിരിക്കുന്ന ക്രൈസിസിന് ഏതാണ്ട് ഒരു അന്ത്യം ആയിരിക്കുകയാണ്. നേപ്പാൾ സുപ്രീം കോടതി മൺഡേ the House of Representatives for the second time in 5 months അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുകയും പ്രസിഡന്റ് വിദ്യാദേവി ഭണ്ഡാരിയോട് നേപ്പാൾ കോൺഗ്രസ് ചീഫ് ഷേർ ബഹദൂർ ദുബേനെ പ്രൈം മിനിസ്റ്ററായി അപ്പോയിന്റ് ചെയ്യുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയും കൂടിയാണ്. ഇന്ത്യയുടെ ഒരു അയൽ രാജ്യം എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് നേപ്പാളുമായിട്ടുള്ളത്. മാത്രമല്ല ചൈന അവിടെ ഇടപെടുന്നു. മറ്റൊരു വാർത്ത, ഇൻഫ്ലേഷൻ റിമൈൻസ് എബോവ് 6% ഇൻ ജൂൺ എന്നുള്ളതാണ്. പണപ്പെരുപ്പം 6% നിലകൊള്ളുന്നു. അപ്പോൾ പണപ്പെരുപ്പം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും മറ്റും വില വർദ്ധിച്ചതും പണപ്പെരുപ്പം കൂടാൻ കാരണമായിട്ടുണ്ട്. ഓയിൽ, ഫാറ്റ്, എഗ് അവയുടെയൊക്കെ വില വർധനവ് മൊത്തത്തിലുള്ള പണപ്പെരുപ്പത്തിന് കാരണമായിട്ടുണ്ട്. ക്യൂബയിൽ ഗവൺമെന്റിനെതിരെയുള്ള ഒരു ആയിരക്കണക്കിന് ആളുകൾ റാലിയിൽ ജോയിൻ ചെയ്തു എന്നുള്ള ഒരു വാർത്ത. ഫിഡൽ കാസ്ട്രോ വർഷങ്ങളായി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചിരുന്ന ക്യൂബയിലാണ്. അദ്ദേഹത്തിന്റെ അനുജനാണ് പിന്നീട് വന്നത്, റൗൾ കാസ്ട്രോ. പുതിയ ഭരണ നേതൃത്വത്തോട് പല ആളുകളും വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഡൽഹി ലോക്കൽ വാർത്തകളാണ്, നമുക്കത്ര ആവശ്യമുള്ളതല്ല, അതുകൊണ്ട് ഇത് ഒഴിവാക്കുകയാണ്. നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള വാർത്തകളാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യമായ വാർത്തകളൊന്നും തന്നെ ഇല്ല, നമ്മൾ ഒഴിവാക്കുന്നു. മെഡിസിനൽ പ്ലാന്റ്സ് പലരും ഓഫീസുകൾ വീട്ടിൽ വളർത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത. പാൻഡമിക്കിന്റെ കാലഘട്ടത്തിലേക്ക് രാജസ്ഥാനിലേക്ക് അത്തരത്തിലുള്ള കൂടുതൽ ആളുകൾ അത് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കാണുകയാണ്. ലോസസ് മൂലമാണ് ഡയറി ഫാംസ് ക്ലോസ് ചെയ്തതെന്ന് ലക്ഷദ്വീപ് ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. അല്ലാതെ മറ്റ് അജണ്ട ഒന്നും അതിന്റെ പിന്നിലില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ 19 സിക്ക കേസുകൾ ഉണ്ടായിരിക്കുന്നു. ഇത് ഇന്ന് ഓൾ ഇന്ത്യ ന്യൂസായി മാറിയിരിക്കുകയാണ്. 19 സിക്ക കേസുകൾ. സ്റ്റേറ്റ് ക്യാപിറ്റലിൽ ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്തു. കൊതുക് പരത്തുന്നുണ്ട് സിക്ക വൈറസിനെ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വദേശി ഇങ്ക് മേക്കർ, അദ്ദേഹം ഓൾഡ് ഫാഷൻ വേയിൽ എഴുതുന്ന ആളുകൾക്ക് വേണ്ടി കൊൽക്കട്ടയിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു പുതിയൊരു പെൻ, ഇങ്ക് പെൻ, സോളാർ പവറിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ധാരാളം ആവശ്യക്കാർ ഇതിന് വരുന്നുണ്ട്. പഴയ രീതിയിൽ എഴുതുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ മഹാത്മാഗാന്ധി 1934 that on the suggestion of Mahatma Gandhi, brothers Shankaracharya and Nani Gopal Maitra started small factory in Rajghash. സ്വദേശി ഇങ്കിന് വേണ്ടിയാണ്, പ്രാദേശികമായി നിർമ്മിക്കുന്ന ഇങ്കിന് വേണ്ടിയാണ് ഇവരിത് ആരംഭിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അത്തരത്തിലുള്ള ചില സ്ഥാപനങ്ങൾ ഇന്നും നിലനിന്നു പോകുന്നു. ഈ UAPA ഭീമ കൊറിഗാവോൺ കേസിൽ അക്യൂസ്ഡ് ആയിട്ടുള്ളവർക്ക് എതിരെ ചുമത്തിയിരിക്കുന്ന UAPA പിൻവലിക്കണം. അതാവശ്യപ്പെട്ട പൂനെയിലെ പ്രൊട്ടസ്റ്റ് നടന്നിരിക്കുന്നു. അതൊരു വാർത്തയായി മാറിയിരിക്കുന്നു. എഡിറ്റോറിയലിലേക്ക് പോവുകയാണ്. പവർ ഓഫ് സ്ക്രൂട്ടനി എന്നുള്ളതാണ് ആദ്യത്തെ എഡിറ്റോറിയൽ.
നമ്മളിത് വിശദമായിട്ട് ചർച്ച ചെയ്യും. സുപ്രീം കോടതി ഹാസ് സ്ട്രക്ക് എ ബ്ലോ ഫോർ ഇൻക്യൂസിറ്റോറിയൽ പവേഴ്സ് ഓഫ് ലെജിസ്ലേച്ചേഴ്സ് അഗൈൻസ്റ്റ് സോഷ്യൽ മീഡിയ കമ്പനീസ്. സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരിക്കുന്നു. അപ്ഹോൾഡിംഗ് ദ അതോറിറ്റി ഓഫ് എ കമ്മിറ്റി of the Delhi Assembly to summon a senior official of Facebook is an extremely nuanced recognition of the extent of powers of state assemblies in matters regulated by an act of parliament. Question mark about the powers arose in the first place because Facebook, whose India Vice President Ajit Mohan was repeatedly summoned by Delhi Assembly's Committee on Peace and Harmony on subject of ഡൽഹി റൈറ്റ്സ് 2020. ഫേസ്ബുക്കിന്റെ ഇന്ത്യ മേധാവി, ഇന്ത്യ വൈസ് പ്രസിഡന്റ് അജിത് മോഹനെ ഡൽഹി റൈറ്റിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി അസംബ്ലിയിലെ പീസ് ആൻഡ് ഹാർമണി കമ്മിറ്റി പലവട്ടം വിളിച്ചു വരുത്തിയിരിക്കുന്നു. അപ്പൊ അതിനെ കോടതി അതിൽ തെറ്റൊന്നും ഇല്ല എന്ന് വിധിക്കുകയും ചെയ്തു. അപ്പൊ സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ അത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് കീഴിലുള്ള വസ്തുതകളാണ്. അവിടെ ഡൽഹി അസംബ്ലി വിളിച്ചു വരുത്തിയത് ശരിയായ നടപടിയാണോ എന്ന ചോദ്യമാണ് ഹിന്ദു എന്ന എഡിറ്റോറിയലിലൂടെ ചോദിക്കുന്നത്. എന്തായാലും നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. നമ്മളതൊന്ന് വിശകലനത്തിലേക്ക് ഇപ്പോൾ കിടക്കും. ഞാനത് കൂടുതലായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. പ്രയോറിറ്റൈസിംഗ് സ്കൂൾ റീഓപ്പണിംഗ് ഓൺ ദ റോഡ് ടു റിക്കവറി. Children have long borne the cost of school closure and evidence-based decision towards reopening are necessary. സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കണം, കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്നതിനെ കുറിച്ച് കൂടി ചിന്തിക്കണം. അപ്പൊ ഇതാണ് ഇന്നത്തെ ഈ ഒരു ലേഖനം ചർച്ച ചെയ്യുന്ന, നമ്മളും അത് വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ടതാണ്. ടൈ അറ്റ് ദ ടോപ്പ്. ജോക്കോവിക് അദ്ദേഹം എന്ത് ചെയ്തു? റോജർ ഫെഡററും റഫേൽ നഡാലും മെഷറിംഗ് സ്റ്റിക്സ് ടു അസസ് വൺസ് ടെന്നീസ് ക്രെഡൻഷ്യൽസ് ഇസ് ഹാർഷ് ആൻഡ് അൾട്ടിമേറ്റ്ലി എ ഫ്യൂട്ടൈൽ എക്സസൈസ്. That Novak Djokovic comes through this most searing of examinations with the flying colors is a testament to his genius. Grand Slam വിന്നിങ്ങുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ്, നമുക്ക് അത്ര ആവശ്യമുള്ളതല്ല. ട്രേസിംഗ് ദ ഡിക്ലൈൻ ഓഫ് US പവർ. US-ന്റെ ഒരു ഡിക്ലൈനിങ്, അതുമായി ബന്ധപ്പെട്ട് ന്യൂ കോൾഡ് വാർ, ഹെൻറി കിസ്സിംഗർ ആൻഡ് റൈസ് ഓഫ് ചൈന. ന്യൂ കോൾഡ് വാർ, ചൈന ഒരു ലോക ശക്തിയായി വളരുന്നു, ഇതിനെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ്. ഏതെങ്കിലും രാജ്യം വളരുകയോ ഏതെങ്കിലും രാജ്യം തളരുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതാത് രാജ്യങ്ങളുടെ പോളിസിയാണ് അവിടെ നയിച്ചിട്ടുണ്ട്. അപ്പൊ ആ പോളിസി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇടിമിന്നലേറ്റ് 68 പേര് മരിച്ചിരിക്കുന്നു. ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഈ ഗ്ലോബൽ വാർമിങ്ങിനെ തുടർന്ന് ഇടിമിന്നലിന്റെ ശക്തി കൂടുകയും ധാരാളം ആളുകൾ മരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണക്കിലെടുക്കണം. ഡെവലപ്മെന്റ് സസ്റ്റൈനബിൾ ആവണം. അഫ്ഗാൻ സിറ്റുവേഷൻ ടു ഡോമിനേറ്റ് ജയശങ്കർ സെൻട്രൽ ഏഷ്യൻ വിസിറ്റ്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ travels to Central Asia on Tuesday for back-to-back meetings focusing on Afghanistan. കാരണം അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ പലപ്പോഴും അത് ഇന്ത്യയെ ദോഷകരമായിട്ട് ബാധിക്കും. ജയശങ്കർ ഷാങ്ഹായ് കോഓപ്പറേഷൻ മിനിസ്റ്റീരിയൽ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തു. താഷ്കെൻഡിലേക്ക് അദ്ദേഹം ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ സംഭവഗതികളൊക്കെ തന്നെ ഇന്ത്യയെ സ്വാധീനിക്കും. യൂണിയൻ കൾച്ചർ മിനിസ്റ്റർ നാഷണൽ ആർക്കൈവ്സ് വിസിറ്റ് ചെയ്യുകയാണ്. ജി കിഷൻ റെഡ്ഡി. ലോ കൊണ്ടൊന്നും കാരണമില്ല പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ എന്നാണ് ബീഹാറിലെ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ UP-യിലൊക്കെ വിവാദമായിട്ടുള്ള നിയമം വന്നുവല്ലോ, വരാൻ അതിന്റെ ചർച്ചകളൊക്കെ നടക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഇത്ര പ്രധാനപ്പെട്ട വാർത്തകളൊന്നും ഈ പേജുകളിലില്ല. നീറ്റ് എക്സാം നടക്കുന്നു. UPSC പൂരി ജഗന്നാഥ് യാത്ര നടന്നിരിക്കുന്നു.
ഇന്നലെ നമ്മൾ കണ്ട വാർത്ത തന്നെയാണ്. ഒറീസയിലാണ് പൂരി ജഗന്നാഥ ക്ഷേത്രം നിലനിൽക്കുന്നത്. 12-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ടെമ്പിളാണിത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ടോപ്പ് US ജനറൽ ഇൻ അഫ്ഗാനിസ്ഥാൻ സ്കോട്ട് മില്ലർ relinquishes post. Top US commander in Afghanistan relinquished his position at a ceremony in the capital Kabul on Monday, taking the US a step closer to ending its 20-year war. The move came as Taliban insurgents continue to gain territory across the country. അമേരിക്ക പിൻവാങ്ങുന്നു, പാരലി താലിബാൻ പലയിടത്തും അധികാരം പിടിച്ചെടുക്കുന്നു. ഈ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ക്യൂബയില് ഒരു ഔട്ട്സൈഡ് ഇന്റർഫിയറൻസ് ഉണ്ടാവാൻ പാടില്ല. അത് റഷ്യയും മെക്സിക്കോയും പറഞ്ഞിരിക്കുന്നു. മെഡിസിൻസും വാക്സിൻസും ഒക്കെ കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഭരണ കക്ഷികൾക്കെതിരെ ധാരാളം പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. അപ്പോ ഇത് അനിതര സാധാരണമായ ഒരു സിറ്റുവേഷനാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ അമേരിക്ക പല വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും COVID-19 കർബ്സ് അടുത്ത ആഴ്ചയോടുകൂടി മാറ്റുമെന്നാണ് UK പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്. അപ്പം മറ്റു വാർത്തകളിലേക്ക് പോകുന്ന സ്പോർട്സ് പേജ് ആണ്. നമുക്ക് അത്രയും ആവശ്യമില്ല. അബ്സല്യൂട്ടിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ അബ്സല്യൂട്ടിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് എന്താണ്, ഇന്ന് അബ്സല്യൂട്ടിലെ ടീം എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ കാണുകയാണ്. ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ GS എല്ലാ സബ്ജക്ട്സും നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. 1 to 4 ഏതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഇടിമിന്നലേറ്റ് 68 ആളുകൾ മരിച്ചിരിക്കുന്നു. GS പേപ്പർ 1 ജോഗ്രഫിയുടെ ഒരു വിഷയം. മൺസൂൺ മേക്കിംഗ് എ സ്ലോ റിവൈവൽ ഓവർ സെവറൽ പാർട്ട് ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ദ നോർത്ത് വെസ്റ്റ് റീജിയൻ. ദർ ഇസ് എ റൈസ് ഇൻ ലൈറ്റ്നിംഗ് ലിങ്ക്ഡ് ഡെത്ത്സ്. Nearly 68 were reportedly struck dead by lightning on a single day in Uttar Pradesh, രാജസ്ഥാൻ ആൻഡ് മധ്യപ്രദേശ്. പ്രൈം മിനിസ്റ്റർ 2 ലക്ഷം രൂപ കോമ്പൻസേഷൻ ഇടിമിന്നലിൽ കൊല്ലപ്പെട്ടവരുടെ ആളുകൾക്കായി ഓഫർ ചെയ്തിട്ടുണ്ട്. 50,000 രൂപ അതില് മാരകമായ വിധത്തിലൊക്കെ ഇടിമിന്നലേറ്റവർക്ക് വേണ്ടിയും കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഈ വർഷങ്ങളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ നാച്ചുറൽ ഡിസാസ്റ്റർ കില്ലറായി മാറിയിരിക്കുകയാണ്. ഒറീസയിൽ പല സ്റ്റേറ്റ്സും നമ്മൾ നോക്കുകയാണ് എങ്കിൽ 9,37,462 സ്ട്രൈക്സ് ആണ്. 20 മില്യൺ ലൈറ്റ്നിങ് സ്ട്രൈക്സ് ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അത് ക്ലൗഡ് ലൈറ്റ്നിങ് ആണ്. അപ്പോ ഗ്ലോബൽ വാർമിങ്ങിന്റെ അനന്തരഫലമായിട്ടാണ് ഇതൊക്കെ പലതും തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ എക്സ്പേർട്സ് പറഞ്ഞൊരു കാര്യം, ലൈറ്റ്നിങ് ഡിസാസ്റ്ററും ഗ്ലോബൽ വാർമിങ്ങുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്തിനെ കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൂടി ഈ വാർത്ത നമ്മളെ ഓർമ്മിപ്പിക്കുകയും. വെനസ്വേലയിലെ ലേക്ക് മരാക്കൈബോയിലാണ് ഏറ്റവും കൂടുതൽ ലൈറ്റ്നിങ് നടക്കുന്നത്. കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനിഷ്യേറ്റീവ് to receive foreign contributions in spite of suspension of its registration and consequent freezing of bank account. ഡൽഹി ഹൈക്കോടതി സെന്ററിനോട് പറഞ്ഞു ഒരു ഈ CHRI എന്ന് പറയുന്ന സംഘടനയ്ക്ക് അവരുടെ ഫണ്ട് സ്വീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. FCRA നിയമത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. FCRA രജിസ്ട്രേഷൻ ടഫായിട്ടുണ്ട്.
അപ്പൊ പണം NGOസിന് വരുന്നത് ശരിയായ മാർഗത്തിലൂടെയാണോ എന്നൊക്കെ ഗവൺമെന്റ് ഇപ്പൊ ഉറപ്പുവരുത്തുന്നുണ്ട്. China says it draw away US warship. China's military draw away a US warship that illegally entered Chinese waters near Paracel Islands. The anniversary of an international court ruling that held Beijing had no claim over South China Sea. South China Sea ബെയ്ജിങ്ങിന് ഒരു അധികാരമില്ല ഇന്റർനാഷണൽ കോർട്ട് റൂളിംഗ് വന്നപ്പോൾ ചൈന എന്ത് ചെയ്തു? ഒരു US വാർഷിപ്പ് അവിടെ വന്നതിനെ മടക്കി അയച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഹിസ്റ്റോറിക്കൽ ടൈറ്റിൽ സൗത്ത് ചൈന സീ ഇതൊരു പ്രധാനപ്പെട്ട പ്രദേശമാണ്. ഞങ്ങളിത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പ്രദേശത്തെ കുറിച്ച് ഒരു മനസ്സിലാക്കുക, ഒരു നോട്ട്, ഒരു ആൻസർ എഴുതും സൗത്ത് ചൈന സീയിലെ ഈ ഇഷ്യൂസിനെ കുറിച്ച്. ബെൻഫോൾഡ് asserted navigational rights and freedoms in the vicinity of the Paracel Islands consistent with the international law. ഈ ഐലൻഡ്സ് ആരൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട്? ചൈനയുണ്ട്, തായ്വാൻ ഉണ്ട്, വിയറ്റ്നാം ഉണ്ട്. which require either permission or advance notification before a military vessel passes through this island. Under international law, the ships of all states enjoy the right of innocent passage through the territorial sea. International law പ്രകാരം ഇതിലൂടെ പോവാൻ എല്ലാ ഷിപ്സിനും അധികാരമുണ്ട്. By engaging innocent passage without giving prior notification. എന്നാൽ നോട്ടിഫിക്കേഷൻ കൊടുക്കാതെ ഇന്നസെന്റ് പാസേജ്, അപ്പോൾ അതിനെയാണ് ചൈന അത് അൺലോഫുൾ ആണ് എന്ന് പറയുകയും റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ 100 കണക്കിന് ഐലൻഡ്സ് ഉണ്ട്. അവിടെ എല്ലാം തന്നെ റിച്ച് വാട്ടർവേസ് ഉണ്ട്. ബ്രൂണൈ, ചൈന, മലേഷ്യ, ഫിലിപ്പീൻസ് ഇവരെല്ലാം തന്നെ ഇതിൽ ഓരോന്നിലും റൈറ്റ്സ് പറയുന്നു. അവരുടെ ഭാഗമാണെന്ന് അവർ പലപ്പോഴും പറയുന്നുണ്ട്. പറാസൽ ഐലൻഡും മിക്കവാറും ന്യൂസിൽ വരുന്ന ഒരു പ്രദേശവും കൂടിയാണ്. ചൈന വാൺ ചെയ്ത് US വാർഷിപ്പിനോട് അതിലൂടെ പോയതിനെ അവർ വാൺ ചെയ്യുകയും മടക്കി അയക്കുകയും ചെയ്തിട്ടുണ്ട്. ചൈന പറയുന്ന ഇത് അവരുടെ ഭാഗമാണ്, ഈ നോർത്ത് ചൈന സൗത്ത് ചൈന സീ എന്നുള്ള അവരുടെ ഭാഗമാണെന്നാണ് അവർ പറയുന്നത്. പറാസൽ ഐലൻഡിലെ ക്ലെയിം ആരൊക്കെ തമ്മിലാണ്? തായ്വാനും വിയറ്റ്നാമും ചൈനയും. സ്പാട്ടി ഐലൻഡ്സിലെ ക്ലെയിം ആരൊക്കെയാണ്? ഇത് പ്രധാനപ്പെട്ടതാണ്, ഒന്ന് നോട്ട് ചെയ്തോളൂ. ചൈനയും തായ്വാനും വിയറ്റ്നാമും ബ്രൂണയും ഫിലിപ്പീൻസും. സ്കാർബോർഗ് ഷോൾ ആരാണ്? ഫിലിപ്പീൻസും ചൈനയും തായ്വാനും. ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ്? നമ്മൾ ഇതിലൊന്നും ഒരു പാർട്ടി ആവുന്നില്ല. അപ്പോൾ നമ്മളൊരു ന്യൂട്രൽ സ്റ്റാൻഡിലാണ് നമ്മൾ പലപ്പോഴും പോകുന്നത്. China's increasing ability to decide and expand its role in South China Sea has compelled India to reevaluate its approach on the issue. അപ്പോൾ നമ്മുടെ ഒരു ആക്ടിവിസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട് India has started internationalizing dispute in the Indo-Pacific region to oppose China's threatening tactics in Shanghai Cooperation Organization. India is using its Buddhist legacy to make strong bond with the Southeast Asian region. നിങ്ങൾ ഫോറിൻ പോളിസി പഠിക്കുമ്പോൾ ഈ റിലീജിയസ് ഡിപ്ലോമസിയെ കുറിച്ച് പഠിക്കും. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുന്നു അവരുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെടാൻ. അടുത്ത അനാലിസിസിലേക്ക് പോകുന്നു. National Mineral Development Corporation has reduced iron ore prices by ₹200 per ton with effect following the revision. അതിലെ വിലയിൽ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. India's largest iron ore producer MMDC has with this changed the prices 4 times in the fiscal, including twice in April. Iron ore in India. India has large iron ore reserves. എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്യുക. ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഹെമറ്റൈറ്റ് ഈസ് ബെറ്റർ ക്വാളിറ്റി ഇൻഡസ്ട്രീസിൽ. മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിലെ അയൺ കണ്ടന്റ് എന്ന് പറയുന്നത് 70%. ഹയസ്റ്റ് പ്രൊഡ്യൂസർ ഒറീസയും ജാർഖണ്ഡ് ബെൽറ്റാണ്. പിന്നീട് ദുർഗ്, ബസ്തർ, ചന്ദ്രപൂർ ബെൽറ്റാണ്. പിന്നീട് തേർഡ് ബെൽറ്റ് എന്ന് പറയുന്നത് ബെല്ലാരി, ചിത്രദുർഗ, ചിക്കമാഗ്ലൂർ, തുംകൂർ ബെൽറ്റ്.
Government securities. RBI unveils retail direct scheme. RBI announced unveiling a scheme under which retail investors will be allowed to open a retail direct gilt accounts directly with the central bank. RBI government securities retail investors വാങ്ങാനുള്ള ഒരു അവസരം ലഭിക്കും. Wildlife fires rage as heat wave stifles Western US, Canada. Western United Statesiലും കാനഡയിലും ടെമ്പറേച്ചേഴ്സ് ഹൈ ആണ്. ഹീറ്റ് വാർണിംഗ്സ് ഉണ്ട്, അത് ഹീറ്റ് വേവ്സ് ഉണ്ട്. അത് റോക്കി മൗണ്ടൻസിലും മറ്റുമൊക്കെ തന്നെ ഹീറ്റ് വേവ്, ക്ലൈമറ്റ് വലിയ പ്രശ്നങ്ങൾ, ഡ്രമാറ്റിക് ക്ലൈമറ്റ് ചേഞ്ചിനും പ്രശ്നങ്ങൾക്കും വഴിതെളിക്കുന്നു. വൈൽഡ് ഫയേഴ്സ്, വെജിറ്റേഷൻ, ഫോറസ്റ്റ് ഫയർ, അതും പലയിടങ്ങളിലും സംഭവിക്കുന്നു. വൈൽഡ് ഫയേഴ്സ് ഹ്യൂമൻ ആക്ഷന്റെ ഫലവുമായിട്ടുണ്ട്, ലാൻഡ് ക്ലിയറിങ്ങിന്റെ ഒക്കെ ഫലമായിട്ടും സംഭവിക്കുന്നവയുണ്ട്. അപ്പോൾ ഫോറസ്റ്റ് ഫയേഴ്സ് പലപ്പോഴും ഒരു എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫോറസ്റ്റ് ഫയേഴ്സിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇന്ന് നമ്മുടെ ഈ അനാലിസിസിൽ കൊണ്ടുവരുന്നു. ഇന്ത്യയുടെ ഫോറസ്റ്റ് ഫയേഴ്സിൽ ട്രീ കവർ 2.89%, 95,027 സ്ക്വയർ കിലോമീറ്റർ ആണ്. പ്രീവിയസ് ഫയർ ഇൻസിഡൻസിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ. ഫോർകാസ്റ്റ് ഫോറസ്റ്റ് ഫയറിനുള്ള സാധ്യത ആസാം, മിസോറാം, ത്രിപുര തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടുതലാണ്. അതുപോലെ തന്നെ നല്ല ഫോറസ്റ്റ് കവറുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ആന്ധ്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, മഹാരാഷ്ട്ര, ഇവിടെയും ഒക്കെ ഈ ഡിസാസ്റ്ററിനോട് വൾണറബിൾ ആണ്. ഏരിയാസ് അണ്ടർ ഹൈലി പ്രോൺ ആൻഡ് മോഡറേറ്റ്ലി പ്രോൺ കാറ്റഗറീസ് ഉണ്ട്. ഈ ഫോറസ്റ്റ് ഫയർ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ഒരു അലേർട്ട് സിസ്റ്റം, റിയൽ ടൈം അലേർട്ട് സിസ്റ്റം നല്ലതാണ്. അതുപോലെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ട്, 2018 നിലവിൽ വന്നത്. ഫയർ പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് സ്കീംസ്. പവർ ഓഫ് സ്ക്രൂട്ടിനി എന്നുള്ളതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഡൽഹി അസംബ്ലി ഫേസ്ബുക്കിന്റെ ഒഫീഷ്യലിനെ പലതവണ വിളിച്ചു വരുത്തുന്നു. സുപ്രീം കോടതി എന്ത് ചെയ്തു? ആ ഉത്തരവ് അപ്ഹോൾഡ് ചെയ്തു. അപ്പൊ ഇതൊരു ഓവർ റീച്ചിന്റെ കേസ്. ഇവിടെ എവിടെയാണ് ചോദ്യം വരുന്നത്? ഒന്ന്, ഫേസ്ബുക്ക് അതിന്റെ വൈസ് പ്രസിഡന്റിനെ ഡൽഹി അസംബ്ലിയുടെ കമ്മിറ്റി പലവട്ടം വിളിച്ചു വരുത്തുകയാണ്. അപ്പൊ അവര് സുപ്രീം കോടതിയെ സമീപിച്ചു. ഇതൊരു ഓവർ റീച്ചിന്റെ കേസാണ്. എന്ന് വെച്ചാൽ അധികാരമില്ല. കാര്യം ഡൽഹിയുടെ ലോ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരുന്നതാണ്. മാത്രമല്ല ഇവിടെ പാർലമെന്റിനാണ് കൂടുതൽ അധികാരമുള്ളത്. ദിസ് വാസ് ഓൾസോ എ പൊസിഷൻ ടേക്കൺ ബൈ സെൻട്രൽ ഗവൺമെന്റ് which argued that Delhi Assembly had no jurisdiction in this matter. സെൻട്രൽ ഗവൺമെന്റും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. The social media platform also pointed out that it was governed by the IT Act of Parliament, and this is not therefore something that any state government can be concerned with. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു വിഷയത്തിൽ വരുന്നതല്ല. അവര് അതിനകത്ത് ഇടപെടുന്നതിന് ഒരു സാങ്കത്യവും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കോടതി പറഞ്ഞത് തെറ്റൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഹിന്ദു പറഞ്ഞത് ഈ സ്പിരിറ്റ് ഓഫ് ഫെഡറലിസം, ഇതിനൊരു പ്രാധാന്യം കൊടുക്കണം. ഈ ഓവർ റീച്ച്, അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റങ്ങളിലും കോടതിയും ഇടപെടുമ്പോൾ സൂക്ഷിച്ചു വേണം. It also comes at a time when social media intermediaries are legally fighting some aspects of the new IT rules. ഇപ്പോഴത്തെ IT റൂൾസിനെ കുറിച്ചും ഈ സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറീസ് ആയിട്ടുള്ള ഫേസ്ബുക്ക്, ട്വിറ്റർ പോലെയുള്ള കമ്പനികൾക്ക് എതിരഭിപ്രായങ്ങളുമുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ കുറച്ചുകൂടി അവധാനപൂർവം പെരുമാറാൻ സാധിക്കും. പ്രിലിം ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ലൈറ്റ്നിങ്ങുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ ചോദ്യം. ലൈറ്റ്നിങ് is the biggest contributor to accidental deaths due to natural causes. People are most costly struck by ground currents. രണ്ടും ശരിയാണ്, സി ആണെങ്കിൽ. ഡീറ്റെയിൽഡ് അനാലിസിസ് അബ്സല്യൂട്ടിന്റെ ടെലഗ്രാം ചാനലിൽ പോയിട്ട് വായിക്കുക. ഇത് ഈ പേപ്പർ ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് നോക്കാം. With reference to the iron ore, consider the following statements. The Ministry of Railways has approved a new iron ore policy governing the allocation of
rakes and transportation of iron. Iron ore is the second most important stream of traffic of railways. രണ്ടും ശരിയാണ്. ഇപ്പോൾ ഡീറ്റെയിൽഡ് അനാലിസിസ് ആൻസർ കീയും കൂടെ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ നിങ്ങളൊന്ന് നോക്കിപ്പോകും. With a reference to government securities, consider the following statements. Retail investors can directly open their gilt accounts with the RBI and trade in government securities. All government securities are tax-free. Statement ഒന്നാമത്തെ one only അതാണ് ശരിയായിട്ടുള്ളത്. All government securities are tax-free എന്നുള്ളത് ശരിയായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. നന്നായിട്ട് പത്രങ്ങളൊക്കെ നോക്കി പോവുക, പ്രിപ്പറേഷൻ തീവ്രതയോടുകൂടി കൊണ്ടുപോവുക. നമ്മുടെ പുതിയ ബാച്ച് സെപ്റ്റംബറിൽ ആരംഭിക്കും. അപ്പം പ്രിലിമിന്റെ ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. ചേരാത്ത ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. മെയിൻ ടെസ്റ്റ് സീരീസ് ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നു. പ്രിലിമിനൊപ്പം തന്നെ കൊണ്ടുപോകുന്ന രീതിയിലാണ് മെയിൻ ടെസ്റ്റ് സീരീസ് നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലും ജോയിൻ ചെയ്യും. വിജയാശംസ.